സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു, ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ അല്ലെ. അതില് എയർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചത് അല്ലെ. പാലിയോലിത്തിക് ഏജിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ലാസ്റ്റ് നമ്മൾ പഠിച്ച ടോപ്പിക് വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി പാലിയോലിത്തിക് ലൈഫ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി കേവ്സ്. ഗുഹകളിൽ നിന്ന് പാലിയോലിത്തിക് ലൈഫ്, പുരാതന ശിലായുഗ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായത് നിങ്ങൾ പഠിച്ചു. അത് നോട്ട് തന്നു, നിങ്ങൾ നോട്ടൊക്കെ എഴുതി. അതിനൊരു ചെറിയ ടോപ്പിക് എടുത്തിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. Can the Paleolithic age is termed as the age of hunters? Why? Paleolithic age കേട്ടിട്ടുണ്ടോ? Paleolithic age, പുരാതന ശിലായുഗം. ഈ പാലിയോലിത്തിക് ഏജിനെ മറ്റൊന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. എന്താ? ദ ഏജ് ഓഫ് ഹണ്ടേഴ്സ്. ഏജ് ഓഫ് ഹണ്ടേഴ്സ് എന്താ? വേട്ടയാടൽ യുഗം. എന്തുകൊണ്ടാണ് പാലിയോലിത്തിക് ഏജിനെ പുരാതന ശിലായുഗ കാലഘട്ടത്തെ വേട്ടയാടൽ കാലഘട്ടം എന്ന് കൂടി അറിയപ്പെടുന്നത് എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ ഇതാണ്. Can the Paleolithic age is termed as the age of hunters? Why? എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? നമ്മൾ പഠിച്ചു. പാലിയോലിത്തിക് ഏജിലെ പീപ്പിൾസിന്റെ മെയിൻ ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് എന്താ? ഹണ്ടിങ് ആണ്, വേട്ടയാടലാണ്. അതുകൊണ്ടാണ് അവരെ ഏജ് ഓഫ് ഹണ്ടേഴ്സ് എന്ന് കൂടി അറിയപ്പെടുന്നത് അല്ലേ. ദ പാലിയോലിത്തിക് പീപ്പിൾ ഫൗണ്ട് their means of livelihood from hunting. അവരുടെ പ്രധാനപ്പെട്ട ജീവനോപാധി ഏതായിരുന്നു? വേട്ടയാടലായതുകൊണ്ടാണ് അവരുടെ കാലഘട്ടം. സോ വി ക്യാൻ ക്യാരക്ടറൈസ് ദി പാലിയോലിത്തിക് പീരീഡ് ആസ് ദി ഏജ് ഓഫ് ഹണ്ടേഴ്സ്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നത്? ഏജ് ഓഫ് ഹണ്ടേഴ്സ്, വേട്ടയാടൽ യുഗം എന്ന പേര് കൂടി അറിയപ്പെടുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെ പഠിച്ചതാണ്. ഇനി നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഏതാ? മേജർ ആയിട്ടുള്ള പാലിയോലിത്തിക് സൈറ്റ്സുകളെ കുറിച്ച് ഒരു മാപ്പും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ പുസ്തകത്തിൽ നിങ്ങൾക്ക് പേജ് നമ്പർ 11 ആ പേജിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സൈറ്റ്സ്. ആ മാപ്പിനകത്ത് അതിൽ സൈറ്റ്സുകളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് പാലിയോലിത്തിക് സൈറ്റ്സ്, ഏത് സ്റ്റേറ്റ് ആണ് അല്ലെ. ഒന്ന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഏതൊക്കെയാ? ഭീംബേട്ക. ആ മാപ്പിൽ നോക്കിയിട്ട് ഭീംബേട്ക നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. എവിടെയാണ് ഭീംബേട്ക? മധ്യത്താണ് കിടക്കുന്നത് അല്ലെ. ഇപ്പൊ ഏത് സ്റ്റേറ്റാ? മധ്യപ്രദേശ്. ഒന്നാമത്തെ ഏതാണ്? ഭീംബേട്ക. ഭീംബേട്ക എവിടെ? മധ്യപ്രദേശ്, MP മധ്യപ്രദേശ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് അല്ലെ, നർമ്മദ വാലി. നർമ്മദ വാലി എവിടെയാ? നർമ്മദ വാലി മാപ്പിൽ നോക്കി കണ്ടുപിടിക്കുക. എവിടെയാണ് നർമ്മദ വാലി? ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സ്റ്റേറ്റിലേക്ക്? മധ്യപ്രദേശ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, പിന്നെ എവിടെ കാണാൻ പറ്റും? മധ്യപ്രദേശും ഗുജറാത്തും അല്ലാതെ മഹാരാഷ്ട്ര. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. അപ്പോ മേജർ പാലിയോലിത്തിക് സൈറ്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വന്നാൽ, മാപ്പിൽ തന്നാൽ നിങ്ങൾ എന്തൊക്കെ അടയാളപ്പെടുത്തും? ഫസ്റ്റ് ഭീംബേട്ക, എവിടെ? മധ്യപ്രദേശ്. സെക്കൻഡ് നർമ്മദ വാലി, എവിടേക്കാണ് സ്കാറ്റർ ചെയ്തിരിക്കുന്നത്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നെക്സ്റ്റ് ഉണ്ട് ഹൻസി. ഹൻസി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഹൻസി എന്ന് പറയുന്ന സൈറ്റ് എവിടെയാണ്? നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റിലാണ്, കർണാടക. നിങ്ങൾ ആ പുസ്തകത്തിനകത്തൊരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ ബോക്സാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പുസ്തകത്തിൽ ഇല്ല, ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഏതാ? ഭീംബേട്ക, മധ്യപ്രദേശ് മാത്രമേ ഉള്ളൂ. അല്ലെ. അടുത്ത ബാക്കിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അടുത്ത നാഗാർജുനകൊണ്ട. നാഗാർജുനകൊണ്ട അല്ലെ. പിന്നെ ഇനി ഒരു സൈറ്റ് കൂടെ കിടപ്പുണ്ട്. കർണൂൽ കേവ്സ്. കർണൂൽ കേവ്സ് പ്രധാനപ്പെട്ട സൈറ്റാണ്. അപ്പൊ ഇതെവിടെയൊക്കെയാണ്? രണ്ട് സൈറ്റും എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് പാലിയോലിത്തിക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മേജർ പാലിയോലിത്തിക് സൈറ്റ്സിനെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട പുരാതന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ
നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു, മാപ്പിൽ ഐഡന്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ ഏതാ? ഭീംബേട്ക. ഏത് സ്റ്റേറ്റിലാണ്? മധ്യപ്രദേശ്. സൈറ്റ് ആണ്, സ്ഥലങ്ങളാണ്. നമ്മൾ എക്സ്കവേറ്റ് ചെയ്തു. നമ്മുടെ ആർക്കിയോളജിസ്റ്റുകൾ കുറെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ റിമൈൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റി, എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ മേജർ സൈറ്റ്സുകളെ പറയുന്നത് ഏതാ? ഭീംബേട്ക, മധ്യപ്രദേശ്. നർമ്മദ വാലി എവിടെയൊക്കെ? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നെക്സ്റ്റ് ഹൻസി എവിടെയാ? ഹൻസി എന്ന് പറയുന്നത് എവിടെയാ? കർണാടകയിലാണ്. നാഗാർജുനക്കൊണ്ടയും കർണൂൽ കേവ്സും ആന്ധ്രാപ്രദേശിലാണ്. ഇപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ എഴുതണം. പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സൈറ്റ്സുകൾ ഏതൊക്കെയാണ്? മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബോക്സിൽ, പുസ്തകത്തിൽ ആ ബോക്സിനകത്ത് നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. മേജർ പാലിയോലിത്തിക് സൈറ്റ്സും സ്റ്റേറ്റും. പിടികിട്ടിയോ? അപ്പൊ നമ്മള് തുടക്കത്തിൽ കേവ്സുകളെ കുറിച്ച് പഠിച്ചു. ഏർലി ഹ്യൂമൻ ലൈഫിൽ കേവ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു. പഴയകാല ജീവിതത്തിൽ ഗുഹകളുടെ പ്രാധാന്യത്തെ കുറിച്ച് പഠിച്ചു. പാലിയോലിത്തിക് ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ടോപ്പിലേക്ക് പോവുകയാണ്, മെസോലിത്തിക് ഏജ്. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോവാണ് മധ്യശിലായുഗം, മെസോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജ്, മധ്യശിലായുഗം. എന്താണ് മെസോലിത്തിക് ഏജിന്റെ പ്രാധാന്യമെന്നും അവിടുത്തെ സോഷ്യൽ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ മെസോലിത്തിക് ഏജ് എന്ന് അറിയാം. കാരണം എന്താ? മെസോലിത്തിക് ഏജ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിനും പാലിയോലിത്തിക് അതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നിയോലിത്തിക് ഉണ്ട്. പാലിയോലിത്തിക് ഏജിനും നിയോലിത്തിക് ഏജിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ് മെസോലിത്തിക് ഏജ്, മധ്യശിലായുഗം എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ മധ്യശിലായുഗം എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് പീരീഡിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഈ മെസോലിത്തിക് ഏജിൽ അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസ് എല്ലാം ഷാർപ്പ്, സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ്. മെസോലിത്തിക് ഏജിൽ യൂസ് ചെയ്തിരുന്ന ടൂൾസിന്റെ ഉപയോഗം എന്താ? ടൂൾസിന്റെ നേച്ചർ എന്താ? സ്മാൾ സ്റ്റോൺ ടൂൾസ്. എങ്ങനെയുള്ള? ഷാർപ്പ് പോയിന്റ്സ്. മെസോലിത്തിക് ഏജിലെ ടൂൾസിന്റെ ഒരു നേച്ചർ ശ്രദ്ധിച്ചുകൊള്ളുക. എങ്ങനെയുള്ള? മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ പ്രാധാന്യം എങ്ങനെയുള്ള പ്രത്യേകത, ഫീച്ചർ എന്തായിരുന്നു? സ്മാൾ സ്റ്റോൺ ടൂൾസ്, ചെറിയ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ. എങ്ങനെയുള്ള? ഷാർപ്പ് പോയിന്റ്സ്. എങ്ങനെയുള്ളതാണ്? ഷാർപ്പ് ആയിട്ടുള്ള പോയിന്റ്സ്. വളരെ കാരണം അതെന്താ? വളരെ ഉന്നതത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെ മൃഗങ്ങളിലേക്ക് എറിഞ്ഞു വീഴ്ത്താൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? വൈ ഈസ് ദ മെസോലിത്തിക് ഏജ് കാൾഡ് ദ മൈക്രോലിത്തിക് ഏജ്? ക്വസ്റ്റ്യൻ എന്താണ്? മൈക്രോ. കേട്ടിട്ടുണ്ടോ? മൈക്രോ. മൈക്രോ എന്താ ഈ മൈക്രോ? സൂക്ഷ്മം. മൈക്രോയ്ക്ക് പറയുന്ന പേര് സൂക്ഷ്മം എന്നാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാ, വൈ ദ മെസോലിത്തിക് ഏജ് ഈസ് കാൾഡ് ദി മൈക്രോലിത്തിക് ഏജ്? എന്തുകൊണ്ടാണ് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കാനുള്ള കാരണം? അപ്പൊ പരീക്ഷയിൽ ചോദിക്കും, വൈ ദ മെസോലിത്തിക് ഏജ് ഈസ് കാൾഡ് ദി മൈക്രോലിത്തിക് ഏജ്? എന്തുകൊണ്ട് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കുന്നു? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം എഴുതണം? നമ്മൾ ഇപ്പൊ പറഞ്ഞ കേര്. ആഫ്റ്റർ ദി പാലിയോലിത്തിക് ഏജ് the people used small stone tools with എങ്ങനെയുള്ള sharp points. After the Paleolithic age, the people used small stone tools with sharp points. അതായത് പുരാതന ശിലായുഗത്തിന് ശേഷം ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ചെറിയ കല്ലുകൊണ്ടുള്ള മിനുസപ്പെടുത്തിയ ചെറിയ സൂക്ഷ്മമായ ഉപകരണങ്ങളാണ് ഈ മധ്യശിലായുഗത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ദിസ് ഏജ് ഈസ് നോൺ ആസ് ദി മൈക്രോ എന്ന് വെച്ചാൽ സൂക്ഷ്മം.
സൂക്ഷ്മം ചെറിയ കല്ലുകൾ, മിനുസപ്പെടുത്തിയ കുഞ്ഞു കല്ലുകൾ, പാറ കഷ്ണങ്ങളൊക്കെ മിനുസപ്പെടുത്തിയാണ് അവർ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് മെസോലിത്തിക് ഏജ് ഈസ് കാൾഡ് ദി മൈക്രോലിത്തിക് ഏജ് എന്ന് അറിയപ്പെടും. പിടികിട്ടിയോ? അപ്പൊ മെസോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്കറിയാലോ? ബിറ്റ്വീൻ പാലിയോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിനും നിയോലിത്തിക് ഏജിനും ഇടയ്ക്കുള്ള, പുരാതന ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് മധ്യശിലായുഗം. അപ്പോ മധ്യശിലായുഗത്തിലെ ടൂൾസിന്റെ നേച്ചർ എന്താണ്? മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ പ്രത്യേകത സ്മോൾ സ്റ്റോൺ ടൂൾസ്, ചെറിയ കല്ലുകൊണ്ടുള്ള ടൂൾസ്. എങ്ങനെയുള്ള? ഷാർപ്പ് പോയിന്റോട് കൂടിയ, വളരെ മിനുസപ്പെടുത്തിയ കുഞ്ഞു കല്ലുകൾ ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? വൈ ദ മെസോലിത്തിക് ഏജ് ഈസ് കാൾഡ് ദി മൈക്രോലിത്തിക് ഏജ്? എന്തുകൊണ്ടാണ് മെസോലിത്തിക് ഏജിനെ മൈക്രോലിത്തിക് ഏജ് എന്ന് വിളിക്കാനുള്ള കാരണം? അപ്പോൾ നമ്മൾ എഴുതണം, after the Paleolithic age, the people used small stone tools with the sharp points. പുരാതന ശിലായുഗത്തിന് ശേഷം ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് വളരെ മിനുസപ്പെടുത്തിയ കല്ലുകൊണ്ടുള്ള ചെറിയ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഇത്തരം സൂക്ഷ്മ ഉപകരണങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് പുരാതന ശിലായുഗ കാലഘട്ടത്തെ സൂക്ഷ്മ ശിലായുഗ കാലഘട്ടം എന്ന് അറിയുന്നത്. പിടികിട്ടിയോ? ഒരു ക്വസ്റ്റ്യൻ. ഇനി മെസോലിത്തിക് ഏജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് കുഡ് ഹാവ് ബീൻ ദി യൂസ് ഓഫ് ദീസ് ടൂൾസ്? ഈ ടൂൾസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞില്ലേ, എങ്ങനെയുള്ള സ്മാൾ സ്റ്റോൺ ടൂൾസ് ആണ്. ആ ഷാർപ്പ് പോയിന്റ്സോട് കൂടിയ സ്മാൾ സ്റ്റോൺ ടൂൾസിന്റെ ഉപയോഗം എന്തൊക്കെയാ? നമ്പർ 1, നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എന്താ? ടു ഹണ്ട് ആനിമൽസ് ബൈ ഫാസ്റ്റനിങ് ടു എ പോൾ. എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? വേട്ടയാടൽ അല്ലെ? എങ്ങനെ? ടു ഹണ്ട് ആനിമൽസ് ബൈ ഫാസ്റ്റനിങ് ഇൻ എ പോൾ. ഒരു പ്രത്യേക ദിശയിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട്, കാരണം ചെറിയ കല്ലാകുമ്പോൾ വളരെ ദൂരത്തിൽ, അതായത് മിനുസപ്പെടുത്തിയ കൂർത്ത കല്ലുകളാണ്. അപ്പൊ അത് ഉപയോഗിച്ച് വളരെ ദൂരത്തിലുള്ള മൃഗങ്ങളെ പോലും അവർക്ക് എന്ത് ചെയ്യാം? എറിഞ്ഞിടാം. ടു ത്രോ ഡൗൺ ആനിമൽ ആൻഡ് അതർ തിങ്. മൃഗങ്ങളെ ആയാലും മറ്റു വസ്തുക്കളെയൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? എറിഞ്ഞ് വീഴ്ത്താനുള്ള കഴിവുണ്ട്. ടു റിമൂവ് സ്കിൻ ഫ്രം ദി ഹണ്ടഡ് ആനിമൽസ്. ഇങ്ങനെ ഹണ്ട് ചെയ്ത, വേട്ടയാടപ്പെട്ട മൃഗങ്ങളുടെ എന്ത് ചെയ്യും? അവർ തോല് ഉപയോഗിച്ചിരുന്നു. ഓർമ്മിക്കുക, ഈ ടൂൾസിന്റെ ഒരു നേട്ടമാണ്. ഏത് ടൂൾസിന്റെ? സ്മോൾ സ്റ്റോൺ ടൂൾസ്, ഷാർപ്പ് പോയിന്റോട് കൂടിയ, അതായത് മിനുസപ്പെടുത്തിയ ചെറിയ കല്ല് ഉപയോഗിച്ചുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം എന്തൊക്കെയായിരുന്നു? ഒന്ന്, ടു ഹണ്ട് ആനിമൽസ് ബൈ ഫാസ്റ്റനിങ് ടു എ പോൾ. ഒരു പ്രത്യേക ദിശയിലേക്ക്, അല്ലെ, കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാൻ അവർക്ക് കഴിയും. ടു ത്രോ ഡൗൺ ആനിമൽസ് ആൻഡ് അതർ തിങ്സ്. മൃഗങ്ങളെയും മറ്റു വസ്തുക്കളെയൊക്കെ അവർക്ക് എറിഞ്ഞു വീഴ്ത്താൻ കഴിയും. തേർഡ്, ടു റിമൂവ് സ്കിൻസ് ഫ്രം ഹണ്ടഡ് ആനിമൽസ്. ഇങ്ങനെ വേട്ടയാടപ്പെട്ട മൃഗങ്ങളുടെ എന്ത് ചെയ്തു? തോലുകൾ അവർ ഉപയോഗിച്ചു. അപ്പോൾ ഇതെന്താ? ഈ ഒരു എക്സ്റ്റൻറ്റീവ് ആയിരുന്നു മെസോലിത്തിക് ഏജിൽ ഹണ്ടിങ്. മെസോലിത്തിക് ഏജിലും വേട്ടയാടൽ ഒരു പ്രധാന തൊഴിലായിരുന്നു, അല്ലെ? കാരണം എന്താ? അതിന്റെ ഒരു പ്രത്യേകത, ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇതിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നു, മെനി ആനിമൽസ് ബിക്കം എക്സ്റ്റിൻറ്റ്. ഈ വേട്ടയാടലിന്റെ ഭാഗമായി ഒരുപാട് മൃഗങ്ങൾ വംശനാശം നേരിട്ടു, അല്ലെ? അപ്രത്യക്ഷമായി ഭൂമുഖത്ത് നിന്ന് തന്നെ. അതൊരു ഉദാഹരണം നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. മാമൽസ് എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ വായിച്ചു നോക്കണം ടെസ്റ്റിനകത്ത്. അന്ന് ആ വേട്ടയാടൽ കാരണം അപ്രത്യക്ഷമായ ഒരു മൃഗമാണ്. കാരണം എന്താ? എഡിബിൾ ഗ്രാസും ഡോൾഫിനും ഓട്ടറും വെയിലും ഫിഷസും ഒക്കെയാണ് അവരുടെ ആ സമയത്ത് അവർ ഫുഡായിട്ട് ഉപയോഗിച്ചത്. ഡോൾഫിനെ, അല്ലെ, എഡിബിൾ ആയിട്ടുള്ള ഗ്രാസ്, പുല്ലുകൾ, അതുപോലെ തന്നെ വെയിൽ, തിമിംഗലങ്ങൾ, അതുപോലെ മത്സ്യം, ഇങ്ങനെയുള്ള പലതിനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എറിഞ്ഞിട്ട് വീഴ്ത്തി ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. അപ്പൊ എന്ത് ചെയ്തു? ഇത് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടായി. മനസ്സിലായില്ലേ? നെഗറ്റീവ് ആയിട്ട് എന്ന് പറയുന്നത് എന്താ? മെനി ആനിമൽസ് ബിക്കം എക്സ്റ്റിൻറ്റ്. പല മൃഗങ്ങളെയും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഭൂമുഖത്ത് നിന്ന് തുറച്ചു മാറ്റപ്പെട്ടു. എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ ഏതെഴുതാം? മാമൂത്ത്. മനസ്സിലായോ? അപ്പൊ മെസോലിത്തിക് ഏജിന്റെ ടൂൾസിന്റെ നേച്ചർ മനസ്സിലായല്ലോ. ആ ടൂൾസ് എന്തിനാണ് അവർ യൂസ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അത് പഠിക്കാം. ആ ടോപ്പിക് അങ്ങ് തരും. ചേഞ്ചസ് ഇൻ ദി ഹ്യൂമൻ ലൈഫ് ഓഫ് മെസോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജിൽ ഹ്യൂമൻ ലൈഫിലുണ്ടായ ചേഞ്ചസ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത്? പുസ്തകത്തിനകത്ത് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്.
ചേഞ്ചസ്, ഹ്യൂമൻ ലൈഫിലുണ്ടായ ചേഞ്ചസ് എപ്പോൾ? മെസോലിത്തിക് ഏജിൽ, മധ്യശിലായുഗത്തിൽ ഈ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ 2, 4, 6 പോയിന്റ് അല്ലെ, ഒരു ട്രീ കൊടുത്തിട്ടുണ്ട്, ആ ട്രീക്കകത്ത് ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്, ആ റൗണ്ടിനകത്ത് കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെസോലിത്തിക് ലൈഫിൽ, സോഷ്യൽ ലൈഫിലുണ്ടായ ചേഞ്ചസ് ആണെങ്കിൽ ആ പോയിന്റ് എഴുതണം. എന്തൊക്കെയാ പോയിന്റ്? നമ്പർ 1, ഹണ്ടിങ് ബിക്കം എക്സ്റ്റെൻസീവ്. ഒന്നാമത്തെ പോയിന്റ് എന്തായി? അവരുടെ പ്രധാനപ്പെട്ട തൊഴില് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹണ്ടിങ്, വേട്ടയാടൽ. ഹണ്ടിങ് ബിക്കെയിം എക്സ്റ്റെൻസീവ് അല്ലെ, വേട്ടയാടൽ വ്യാപകമായി, മൃഗങ്ങളെ വേട്ടയാടുന്നു അല്ലെ. അപ്പൊ അവിടുത്തെ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അവരുടെ ജോലി അതാ, തൊഴിലതാ. മെനി ആനിമൽസ് ബിക്കെയിം എക്സ്റ്റിൻസ്. ഇങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നിരവധി മൃഗങ്ങൾക്ക് വംശനാശം നേരിട്ടു. എന്നുവെച്ച് അവർ വേട്ടയാടി പല മൃഗങ്ങളും ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായി. അതിന് ഉദാഹരണം നേരത്തെ പറഞ്ഞ മാമോസ്. അപ്പോ സോഷ്യൽ ലൈഫിലുണ്ടായ ചേഞ്ചസ് നമ്പർ 1 എന്താണ്? ഹണ്ടിങ് ബിക്കം എക്സ്റ്റെൻസീവ്, വേട്ടയാടൽ മധ്യശിലായുഗത്തിൽ ജനങ്ങൾ പ്രധാനമായും വ്യാപകമായി വേട്ടയാടാൻ തുടങ്ങി. നമ്പർ 2, മെനി ആനിമൽസ് ബിക്കെയിം എക്സ്റ്റിൻറ്റ്. നിരവധി മൃഗങ്ങൾക്ക് ഇതിലൂടെ എന്ത് നാശം സംഭവിച്ചു? വംശനാശം. എന്നുവെച്ചാൽ മൃഗങ്ങൾ ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായി. തേർഡ് പോയിന്റ്, man discovered a new source of food in this period. മനുഷ്യൻ എന്ത് ചെയ്തു? നിരവധി പുതിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ ഈ കാലഘട്ടത്തിൽ കണ്ടെത്താൻ തുടങ്ങി. പുതിയ ഭക്ഷണ രീതികൾ എന്നുവെച്ചാൽ പാലിയോലിത്തിക് ഏജിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഏത് ടൈമിലുണ്ടായി? മെസോലിത്തിക് ടൈമിലുണ്ടായി. ബോ ആൻഡ് ആരോ വെയർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്. ഹണ്ടിങ്ങിന് അവർ എന്താ ഉപയോഗിച്ചത്? ബോ ആൻഡ് ആരോ കേട്ടിട്ടുണ്ടോ? ബോ ആൻഡ് ആരോ, അമ്പുമില്ലും ഒക്കെ ഉപയോഗിച്ച് അവർ എന്ത് ചെയ്തു? വേട്ടയാടാൻ തുടങ്ങി. എന്തൊക്കെ ഉപയോഗിച്ചാണ്? അമ്പുമില്ല് അല്ലെ. ബോ ആൻഡ് ആരോ വെയർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്. Begin to exchange food, tools, ornaments, etc. മെസോലിത്തിക് ഏജിൽ എന്തൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി? കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, ഓർണമെന്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, ടൂൾസ് എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, നായ്ക്കളെ ഇണക്കി വളർത്താൻ തുടങ്ങി. സെറ്റിൽഡ് ലൈഫിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന മെസോലിത്തിക് ലൈഫിലാണ്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? നിയോലിത്തിക്കിലാണ്, നവീന ശിലായുഗത്തിലാണ്. മെസോലിത്തിക് ലൈഫിലാണ് സെറ്റിൽഡ് ലൈഫ്. അപ്പോ മെസോലിത്തിക് ലൈഫിൽ, സോഷ്യൽ ലൈഫിലുണ്ടായ, മെസോലിത്തിക് ഏജിൽ സോഷ്യൽ ലൈഫിലുണ്ടായ ചേഞ്ചസ് നമ്മൾ പറയും. അപ്പൊ ഒന്നാമത് എന്തായിരുന്നു പോയിന്റ്? ഹണ്ടിങ് ബിക്കം എക്സ്റ്റെൻസീവ്. എന്തായി? വേട്ടയാടൽ വ്യാപകമായി, ഒന്നാമത്തെ ചേഞ്ച്. രണ്ടാമത്തെ ഏതാ? മെനി ആനിമൽസ് ബിക്കെയിം എക്സ്റ്റിൻറ്റ്. എന്ത് സംഭവിച്ചു? ഹണ്ടിങ് വ്യാപകമായതോടുകൂടി പല മൃഗങ്ങളും എന്ത് ചെയ്തു? വംശനാശം നേരിട്ടു, ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. പിന്നെന്താ? മാൻ ഡിസ്കവേർഡ് ന്യൂ സോഴ്സ് ഓഫ് ഫുഡ് ഇൻ ദിസ് പീരീഡ്. പുതിയ ഭക്ഷണ പദാർത്ഥങ്ങൾ മനുഷ്യൻ കണ്ടെത്താൻ തുടങ്ങി. ബോ ആൻഡ് ആരോ വെയർ യൂസ്ഡ് ഫോർ ഹണ്ടിങ് അല്ലെ. ബോയും ആരോയും, അമ്പും വില്ലും ഉപയോഗിച്ച് വേട്ടയാടുന്ന ഒരു പതിവുണ്ടായി. ബിഗിൻ ടു എക്സ്ചേഞ്ച് ഫുഡ്, ടൂൾസ് ആൻഡ് ഓർണമെന്റ്സ് എക്സെട്ര. അപ്പൊ ഈ കാലഘട്ടത്തിൽ എക്സ്ചേഞ്ച് എന്തുണ്ടായി? എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ? ആഹാരം കൈമാറ്റം ചെയ്യാൻ തുടങ്ങി, ഓർണമെന്റ്സ് ആഭരണങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി, ടൂൾസ് ഉപകരണങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, നായ്ക്കളെ അല്ലെ ഇണക്കി വളർത്തുന്നു, കൂടെ ഇണക്കി വളർത്താൻ തുടങ്ങി. സെറ്റിൽഡ് ലൈഫ്, അതൊരു പ്രധാന കാര്യമാണ്. മെസോലിത്തിക് ഏജിലാണ് സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട്. ഇത്രയാണ് മെസോലിത്തിക് ലൈഫിലുണ്ടായ ചേഞ്ചസ്. അപ്പോ ഒന്നുകൂടി കേട്ടോളുക മെസോലിത്തിക് ലൈഫിനെ കുറിച്ച്. മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത് എപ്പോഴാ? ബിറ്റ്വീൻ പാലിയോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിനും ആഫ്റ്റർ ദി പാലിയോലിത്തിക് ഏജ് ആൻഡ്
the people used small stone tools with sharp points. അല്ലേ? The Mesolithic age is the period between Paleolithic age and Neolithic age. Mesolithic age എവിടെയാണ്? പാലിയോലിത്തിക് ഏജിനും നിയോലിത്തിക് ഏജിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് മെസോലിത്തിക് ഏജ്. അപ്പോൾ മെസോലിത്തിക് ഏജിലെ ടൂൾസിന്റെ ഒരു നേച്ചർ എന്താണെന്ന് പഠിച്ചു. എന്താ? സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് എങ്ങനെ? ഷാർപ്പ് പോയിന്റ്സ്. ഷാർപ്പ് പോയിന്റ്സോട് കൂടിയ സ്മാൾ സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് മെസോലിത്തിക് ഏജിന് മറ്റൊരു പേര് കൂടി കിട്ടി. എന്താ? മൈക്രോലിത്തിക് ഏജ്. സൂക്ഷ്മമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ടൂൾസ് ആ കാലഘട്ടത്തിന് മൈക്രോലിത്തിക് ഏജ് എന്ന് കിട്ടി. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാ. ഇതിന് 3 ക്വസ്റ്റ്യനാ പ്രധാനമായിട്ടും. ഒന്നെന്താ? വൈ ദ മെസോലിത്തിക് ഏജ് ഈസ് കാൾഡ് ദി മൈക്രോലിത്തിക് ഏജ്. അപ്പൊ ആ ടൂൾസിന്റെ കാര്യം അവിടെ ഉണ്ട്. രണ്ടാമത്തത് ചേഞ്ചസ് ഇൻ ദി ലൈഫ് ഓഫ് മെസോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, അതാണ് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റുകൾ. പിന്നെ ആ ടൂൾസിന്റെ യൂസസ് എന്തൊക്കെയാണ്? ആ 3 പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തൊക്കെ യൂസാ? ദ ഹണ്ട് ആനിമൽസ് ബൈ ഫാസ്റ്റനിങ് ടു എ പോൾ. അല്ലെ? നിശ്ചിത പോളിൽ തന്നെ ഉള്ള ആനിമൽസിനെ നമുക്ക് എറിഞ്ഞു വീഴ്ത്താൻ കഴിയും. ടു ത്രോ ഡൗൺ ആനിമൽസ് ആൻഡ് അതർ തിങ്. മൃഗങ്ങളെ മാത്രമല്ല മറ്റു വസ്തുക്കളെ അവർ എറിഞ്ഞു വീഴ്ത്തി. ടു റിമൂവ് സ്കിൻ ഫ്രം ദി ഹണ്ടഡ് ആനിമൽസ്. ഇങ്ങനെ വേട്ടയാടുന്ന ആനിമലുകളുടെ, മൃഗങ്ങളുടെ തോല് അവർ ഉരിഞ്ഞെടുക്കുന്ന മറ്റു ആവശ്യങ്ങൾക്ക് തുണിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സംവിധാനം ഈ ഉപകരണങ്ങളിലൂടെ. ഇതാണ് മെസോലിത്തിക് ഏജിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മെസോലിത്തിക് ഏജിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. മേജർ മെസോലിത്തിക് സൈറ്റ്സ് എന്ന് പറയുന്നത് യൂറോപ്പും വെസ്റ്റ് ഏഷ്യയിലുമാണ്. മെസോലിത്തിക് ലൈഫിന്റെ മേജർ സൈറ്റ്സ് എവിടേക്കാണ്? യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ. യൂറോപ്പിലും പശ്ചിമേഷ്യയിലുമാണ്. പക്ഷെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ മേജർ സൈറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ബാഗർ, രാജസ്ഥാനിലെ ബാഗറും മധ്യപ്രദേശിലെ ആദംഗറുമാണ് പ്രധാനപ്പെട്ട 2 സൈറ്റ്സ്. മേജർ മെസോലിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണ്? രാജസ്ഥാനിലെ ബാഗറും മധ്യപ്രദേശിലെ ആദംഗർ. നിങ്ങളുടെ പുസ്തകത്തിനകത്തില്ല, നമുക്ക് എഴുതേണ്ടതാണ്. ഏതൊക്കെയാണ്? രാജസ്ഥാനിലെ ബാഗറും മധ്യപ്രദേശിലെ ആദംഗർ. അപ്പൊ നിങ്ങൾ പുസ്തകത്തിൽ ഇത്രയും ഭാഗം ഓർമ്മിക്കണം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ. Why the Mesolithic age is known as the microlithic age? ഒരു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എഴുതുമ്പോൾ ആ സ്റ്റോൺ ടൂൾസിന്റെ മാത്രം, സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ്, അതാണ് അതിന്റെ ആൻസർ. പിന്നെ ആ ടൂൾസിന്റെ ഉപയോഗം. മേജർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? വാട്ട് ആർ ദി ചേഞ്ചസ് ഇൻ ദി മെസോലിത്തിക് ലൈഫ്? മെസോലിത്തിക് ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്? പുസ്തകത്തിനകത്ത് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് കാണാതെ പഠിക്കണം. പിന്നെ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. മേജർ മെസോലിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മേജർ മെസോലിത്തിക് സൈറ്റ്സ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെസോലിത്തിക് സ്ഥലങ്ങൾ, കണ്ടെടുത്ത സ്ഥലങ്ങൾ എവിടേക്കാണ്? രാജസ്ഥാനിലെ ബാഗറും മധ്യപ്രദേശിലെ ആദംഗറുമാണ് പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ. അപ്പോ മധ്യശിലായുഗത്തിൽ ജീവിത രീതിയിലുണ്ടായ മാറ്റങ്ങൾ കാണാതെ പഠിക്കണം. ഇത്രയാണ് ആ ടോപ്പിക്കിനകത്ത് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നിയോലിത്തിക് ഏജ് ആണ്, നവീന ശിലായുഗം. അത് അടുത്ത ക്ലാസ്. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച പോർഷൻസും നോട്ടും കൃത്യമായി പഠിച്ചു വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.